ഹലോ മക്കളെ, യെസ്, വെൽക്കം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ്. കഷ്ടപ്പെട്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കും? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ബുക്ക് ഫുൾ തിരിച്ചും മറിച്ചും. ഇപ്പൊ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് പോർഷൻസ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി ഡിലീറ്റഡ് ആണ്. കോവിഡ് ഒക്കെ കഴിഞ്ഞ് കുറെ കാലമായി, എന്നാലും ഡിലീറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഫുൾ മാർക്ക് വാങ്ങാനും ഏറ്റവും നല്ല ഗ്രേഡ്സ് കിട്ടാനുമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്നു. അതല്ലാതെ ഇന്ന പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരില്ല എന്ന് ഉറപ്പുള്ള ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. സോ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് പോർഷൻസിനെ പറ്റി ആയിരിക്കും. അപ്പൊ ലെറിൻ മാം, നമുക്ക് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, സോ ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പിക് വൈസ് കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓൾ ഓവർ നോക്കുവാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഏരിയയിൽ നിന്നുള്ള പോർഷൻസ് ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും നമുക്ക് കോൺഫിഡൻ്റ്ലി അത് പഠിക്കാതിരിക്കാം. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഫസ്റ്റ് ചാപ്റ്റർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന ഒന്നും തന്നെ അതിൽ ഒഴിവാക്കിയിട്ടില്ല. ആകെ നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് അവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ പാർട്ട് ആക്ച്വലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ എല്ലാവരും പഠിച്ചിരിക്കണം, മറക്കരുത്. ദെൻ നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇത്രയുമാണ് ഡിലീറ്റഡ്. അതിൽ നമ്മൾ ഏറ്റവും നമ്മളെ സന്തോഷം, നമ്മളെ ഹാപ്പി ആക്കുന്നതെന്ന് പറഞ്ഞാൽ മീറ്റർ ബ്രിഡ്ജും ഇല്ല, പൊട്ടൻഷ്യോമീറ്ററും ഇല്ല. സോ ഭയങ്കര സുഖമാണ്. കാരണം എല്ലാവരും ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അത് പഠിച്ച് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മാർക്ക് കുറയാനുള്ള എക്സ്ക്യൂസ് ഒന്നും ഇല്ലല്ലോ. ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഇനി മാർക്ക് കുറയുന്നു പറഞ്ഞിട്ട് നടക്കൂല മക്കളെ. യെസ്, ഇനി നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ചാപ്റ്റർ ആണ്. ആ വലിയ ചാപ്റ്ററിലെ വലിയ കുറച്ച് സംഭവങ്ങൾ, അതായത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ സൈക്ലോട്രോൺ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അതും ഒരു വളരെ ഹാപ്പി ന്യൂസ് ആണ്. യെസ്, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അത് ഓൾറെഡി ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ആ ഒരു ചെറിയ ചാപ്റ്ററിൽ ഇത്രയും സംഭവങ്ങളും ഒഴിവാക്കി. ഇനി അതിൽ പഠിക്കാനുള്ള ഇച്ചിരി. സോ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം ആ ചാപ്റ്ററിൽ. അതായത് അതിൽ എത്ര മാർക്ക് വരുമോ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എഡ്ഡി കറൻസ്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് അനലറ്റിക് സൊല്യൂഷൻ ആണ്. അതും യൂഷ്വലി നമ്മൾ പഠിക്കാറില്ല. നമ്മൾ ഫേസർ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കാറുള്ളതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതും. അതുകൊണ്ട് അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും അത്രയും വലിയൊരു ഡെറിവേഷൻ ഒഴിവാക്കി കിട്ടിയ സന്തോഷം നമുക്കുണ്ട്. കൺഫേം പഠിക്കേണ്ട LC ഓസിലേഷൻസ് അതും ചോദിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതും ഒഴിവാക്കിയതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എക്സസൈസസ്, ഇത്രയും എക്സസൈസസ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഇത്രയുമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതും പറയത്തക്കതായിട്ടൊന്നുമില്ല. റേ ഓപ്റ്റിക്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വേവ് ഓപ്റ്റിക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് എത്ര ദിവസം, അതായത് നമ്മളിപ്പം ഒരു സീസൺ നോക്കുവാണെങ്കിൽ വേവ് ഓപ്റ്റിക്സ് പഠിക്കുന്ന സീസൺ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂൾസിൽ എടുക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വൈറലാണ് വേവ് ഓപ്റ്റിക്സ്. ഭയങ്കര ടഫാണ്, ആരോട് ചോദിച്ചാലും ടഫാണ്. പക്ഷെ ഇത്രയും ടോപ്പിക്സ് അതിന് ഒഴിവാക്കി. അപ്പം അതുകൊണ്ട് ആ ഒരു വൻമരം വീണു മക്കളെ. സോ അതുകൊണ്ട് എന്താ പഠിക്കാനുള്ളത്? അതെ, വേവ് ഓപ്റ്റിക്സിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നതായിരിക്കും ഡിലീറ്റഡ് പറയുന്നതിനേക്കാളും ബെറ്റർ. സോ ഇത്രയും സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വൻമരം വീണു. സോ ബി ഹാപ്പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഡ്യുവൽ നേച്ചർ. അതിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡേവിസ് ജർമർ എക്സ്പെരിമെന്റ് അതും ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അത് കൺഫേം ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്രയും എക്സസൈസസ് ഒഴിവാക്കിയിട്ടുണ്ട്. ആറ്റംസ് ആണെന്നുണ്ടെങ്കിലും അതിലെ മേജർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഓൾവേസ് ഒരു ടെൻഷൻ ഉള്ളതാണ്. കാരണം ലാസ്റ്റ് മിനിറ്റിലെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂൾസിലെ ടീച്ചേഴ്സ് ആണെങ്കിലും കുറച്ച് സ്കിപ്പ് ചെയ്യുന്ന, ഓടിച്ചോണ്ട് പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും കോൺഫിഡന്റ് അല്ല ഈ ചാപ്റ്റേഴ്സിൽ. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ന്യൂക്ലിയർ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എല്ലാവരും ഫോഴ്സ്ഫുള്ളി പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സും സംഭവങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ്. അതും ഇത്തവണ ഒഴിവാക്കി. ദെൻ പിന്നെ സെമി കണ്ടക്ടേഴ്സ്, സ്പെഷ്യൽ പർപ്പസ് PN ജംഗ്ഷൻ ഡയോഡ്സിനെ പറ്റി ഇനി ഓർക്കണ്ട. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് ഇതിനെ പറ്റി ഓർക്കണ്ട. സോ ഫിസിക്സ്
സോ ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ടുള്ളത് ഫിസിക്സ് മീൻസ് ഫിസിക്സിനാണ്. കാരണം ഇത്രയും അധികം സംഭവങ്ങൾ ഒഴിവാക്കി. ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ്. സോ ഡെഫിനറ്റ്ലി എനിക്ക് സത്യം പറഞ്ഞ ഈ വർഷം എക്സാം എഴുതാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു തരാനും ആരുമില്ലായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും റിസോഴ്സസ് ഇങ്ങനെ നിൽക്കുവാണ്, വേദാന്തു മലയാളം നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. സോ നെക്സ്റ്റ് ബയോളജി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. പിന്നെ എന്താ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ PDF ഞങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഇടാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ചെക്ക് ചെയ്യാം. ഇനി ബയോളജിയിലേക്ക് പോവാണെങ്കിൽ ഫുൾ ചാപ്റ്റർ ആണ്. നമ്മളെ ടോപ്പിക്സ് ആയിട്ടൊന്നും മാറ്റൂല, നമ്മൾ ചാപ്റ്റർ ആയിട്ട് ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഞാൻ ആക്ച്വലി ഫിസിക്സിന് വേണ്ടി 3 സ്ലൈഡ് അതുപോലെ ബയോളജിക്ക് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബയോളജിയിൽ വളരെ ഇച്ചിരി ഒഴിവാക്കിയിട്ടുള്ളൂ, പക്ഷെ ഫുൾ ചാപ്റ്റേഴ്സ് ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്റർ ആയിട്ട് ഇത് നിൽക്കണോ പോണോ എന്തിന് റീപ്രൊഡക്ഷൻ ഓർഗാനിസം. ഇൻഫാക്ട് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് പിള്ളേർക്ക് മാത്രമല്ല CBSE പിള്ളേർക്കും എന്താ പറയാ അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രശ്നം ഇത് +2 ചാപ്റ്ററാ. ഓക്കെ. സോ 11th ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അതായത് ഇത് പഠിക്കണമെങ്കിൽ 11th ഓർമ്മ വേണം. അവർ അതിനായി ഒഴിവാക്കി തന്നിട്ടുണ്ട്. 12th പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. +1 കുറച്ച് ഉഴപ്പിട്ടുണ്ടെങ്കിലും ഇപ്പം കുഴപ്പമില്ല, മാനേജ് ചെയ്യണം. +1 ഉഴപ്പിട്ടുണ്ടെങ്കിൽ +2 നല്ല മാർക്കോടെ നിങ്ങൾക്ക് +2 പാസ്സാവാൻ പറ്റും. കാരണം റീപ്രൊഡക്ഷൻ ഓർഗാനിസം ഒത്തിരി നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പോർഷൻസ് നമുക്ക് പ്ലാന്റ് കിങ്ഡം ആയിക്കോട്ടെ, മോർഫോളജി ആയിക്കോട്ടെ, ഒത്തിരി നമുക്ക് അവിടുന്ന് എടുക്കാനുള്ളതുണ്ട്. സോ അത് മൊത്തം ഇല്ല. പിന്നെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. നമ്മൾ ഈ ഫിസിക്സിൽ പഠിച്ച പോലെ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് പലർക്കും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. സോ അതും ഫുൾ ചാപ്റ്ററാണ് അവർ ഡിലീറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ആണ്. ഇക്കോളജിയിൽ യൂഷ്വലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പക്ഷെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനകത്തുനിന്ന് മേജർ ഏബിയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, അഡാപ്റ്റേഷൻ, സമ്മറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാടില്ല. ഇതിനകത്ത് ഹൈ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പേരിവിടെ കണ്ടെന്ന് വെച്ചിട്ട് ഈ ചാപ്റ്റർ മുഴുവൻ അങ്ങ് വായിച്ച് കളയരുത്. കുറച്ച് പോർഷൻസ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എന്തായാലും പഠിക്കാനുണ്ട്. പിന്നെ ഇക്കോസിസ്റ്റമിനാണെങ്കിലും ഇവിടെ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ സക്സഷൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ ന്യൂട്രിയൻ സൈക്ലിംഗ്, അതായത് ഇതിനകത്ത് 4 പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി വെട്ടി തന്നിട്ടുണ്ട്, ബാക്കി പകുതി മാത്രം നമ്മൾ പഠിച്ചാൽ മതി. സോ അതങ്ങനെ. ഇത് എൻവയറമെന്റൽ ഇഷ്യൂസ്, ഇത് നമ്മുടെ EVS പഠിക്കുന്നത് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അത് ഫുൾ ചാപ്റ്റർ ഒഴിവാക്കി. പക്ഷെ അതുണ്ടായിരുന്ന സത്യം പറയുവാതെ നമുക്ക് ഇങ്ങനെ തള്ളി കുറച്ചൊക്കെ എഴുതിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ മാർക്ക് സംഘടിപ്പിക്കാവുന്നതായിരുന്നു. പക്ഷെ ഈ വർഷം തള്ളണ്ട എന്നാണ് നമ്മുടെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷം നമ്മൾ തള്ളുന്നില്ല എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം തല്ലാൻ അടിപൊളിയാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെയാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ സാറില്ല, കുഴപ്പമില്ല. ബാക്കി ഇത്ര ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്ര ഒഴിവാക്കിയിട്ടുള്ളൂ, നമുക്ക് ഒരുപാട് ഒഴിവാക്കേണ്ടതാണല്ലോ. അതിൽ എന്റെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേവ് ഓപ്റ്റിക്സ് കണ്ടപ്പോഴാണ്. കാരണം എനിക്ക് പോലും ടെൻഷനായിരുന്നു. ബിക്കോസ് ഓൾവേസ് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, മാം എന്ന് വേവ് ഓപ്റ്റിക്സ് എടുക്കും. സോ അന്ന് തൊട്ട് കുട്ടികളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ റിവൈസ് ചെയ്ത് മാർക്ക് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് കെമിസ്ട്രി തീർത്തിട്ട് എനിക്കൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഓക്കെ. സോ കെമിസ്ട്രിയിലും ഫുൾ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു സോളിഡ് സ്റ്റേറ്റ്, സർഫേസ് കെമിസ്ട്രി, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലിമെന്റ്സ്, P ബ്ലോക്ക് എലിമെന്റ്സ്. എനിക്ക് തോന്നുന്നു P ബ്ലോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത് പിള്ളേർക്ക്. സോ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഈ ബ്ലോക്ക് എലിമെന്റ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇൻഓർഗാനിക്കില് ഐ തിങ്ക് P ബ്ലോക്ക് കട്ടായത് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആവുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ പാർട്ട് 2 പറയുവാണെന്നുണ്ടെങ്കിൽ അതും ഫുൾ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. പോളിമേഴ്സും അതുപോലെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഈ ഒരു ചാപ്റ്റർ ഇത് തള്ളുന്ന ചാപ്റ്ററാ. പിന്നെ പോളിമേഴ്സ് സോളിഡ് മറ്റേ ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓക്കെ, അതും അഡ്വാൻറ്റേജ് ആണ്. സോ ഇത് പോയാൽ എനിക്ക് വിഷമമുണ്ട്. എന്നെ പോലെ വിഷമിക്കുന്നവരുണ്ടോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കോമന്റ് സെക്ഷനിൽ എഴുതി തരാം. ഓക്കെ, അതുപോലെ ലെറിനെ പോലെ സങ്കടപ്പെടുന്നവരും വിഷമപ്പെടുന്നവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ ബോർഡ് എക്സാമിൽ നിന്നാണ്, നീറ്റ് എക്സാമിൽ നിന്നും അല്ല. ഓക്കെ, അത് മറക്കരുത്. ഇതൊന്നും നമ്മൾ ബോർഡ് എക്സാമിൽ പഠിച്ചില്ല എന്ന് വെച്ച് ഇത് നമുക്കൊരു ബ്ലെസ്സിംഗ് എന്നും പറയാം, ഒരു കേഴ്സ് എന്നും പറയാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ കാരണം ബോർഡ് എക്സാം എഴുതുമ്പോൾ പിള്ളേര് ഇത് പഠിക്കത്തില്ല. അത് കഴിഞ്ഞ് അവർ നീറ്റ് എക്സാം എഴുതുമ്പോഴത്തേക്കും അവർക്ക് ഇതെല്ലാം പിന്നെ പഠിക്കണം. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മളുണ്ട്. നമ്മളുണ്ട്, അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പോർഷൻസ് ഡിലീറ്റഡ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചേനെ. ബോർഡ് എക്സാമിന് പഠിക്കുന്നത് കൊണ്ട് നീറ്റ് എക്സാമിന് കുറച്ചുകൂടി എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾ ആദ്യം ബോർഡ് എക്സാമിൽ ഫോക്കസ് ചെയ്യുക. ഞങ്ങളൊക്കെ ഉണ്ടാവും, ബോർഡ് എക്സാമിനും ഉണ്ടാവും. അതേപോലെ ബോർഡ് എക്സാം തീർന്ന അന്ന് തൊട്ട് നമുക്ക് നീറ്റ് എക്സാമിന് ഫോക്കസ് ചെയ്യാം. ഈ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഇട്ടിട്ട് നീറ്റിന്റെ സിലബസ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലെ വേറെ ഏതൊക്കെ സെഷൻസ് വേണമെന്ന് ഞങ്ങളെ അറിയിക്കുക, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ ഇതുപോലുള്ള വീഡിയോസിന് സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ. ആൻഡ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് വേഗം വേഗം പറയാം, വേഗം വേഗം വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ ഇപ്പം മൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.